ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോഴത്തെ ഒരു പുതിയ രീതിയാണോ ബി ജെ പിക്ക് ഇങ്ങനെ ഈ സാമുദായിക നേതാക്കളെ സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയൊക്കെ ഈ രീതിയിൽ പറയാം? വെള്ളാപ്പള്ളി ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നത് ഞാൻ കേട്ടില്ല, പക്ഷേ സുകുമാരൻ നായരെ ഇന്ന് ആക്ഷേപിച്ചതുപോലെ ചാനൽ ചർച്ചകളിൽ വന്ന് ഒക്കെ അങ്ങേപ്പോലുള്ളവർക്ക് ഇങ്ങനെയൊക്കെ പറയാം എന്നുള്ളൊരു തീരുമാനം RSS ആണെങ്കിൽ RSSന് അങ്ങനെ തോന്നുന്നത് ഇപ്പോഴത്തെ പുതിയ സംഘപരിവാറിൻ്റെ തലപ്പത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചുള്ള രീതിയാണോ? ആ ശബ്ദം ശരിയാവുന്നില്ല, ശബ്ദം ഒന്നുകൂടി. ലാലെ, ആദ്യമേ ഒരു കാര്യം പറയട്ടെ. എന്റെ വാക്കുകളായിട്ട് മാത്രം കണ്ടാൽ മതി. അത് ഒരു സംഘടനയും പ്രതിനിധീകരിച്ചല്ല ഞാനിവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്റെ ബോധ്യമാണ്, എന്റെ അഭിപ്രായം മാത്രമാണ്. അതിൻ്റെ അകത്ത് RSSനെയും BJPയും വലിച്ചിഴക്കേണ്ടതില്ല. അത് ആദ്യമേ ഞാൻ പറയാം. പിന്നെ ഇവിടെ നിന്ന് ശ്രീ ജേക്കബ് ജോർജ് കഴിഞ്ഞ ദിവസവും ഞങ്ങൾ ഇതേ വിഷയത്തിലൊന്ന് ചർച്ച ചെയ്തു. ഏറ്റുമുട്ടി. അപ്പോ അദ്ദേഹം ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു കാര്യത്തിനെ പറ്റി കേരളത്തിൽ പ്രധാനമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിനെ പറ്റി അഭിപ്രായം പറയുമ്പോൾ, അതിനെ പ്രതികരിക്കുമ്പോൾ, അതിൻ്റെ അകത്ത് ചില സമയത്ത് ആ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഇത്തിരി മൂർച്ചയുണ്ടാകും. അത് വിമർശനമായിട്ട് തന്നെ കണ്ടാൽ മതി. അതിനെ അധിക്ഷേപമായിട്ട്, വിമർശനത്തിനെ ഞങ്ങൾ അധിക്ഷേപമായിട്ട് കാണേണ്ട കാര്യമില്ല. ഇനി വേറൊന്ന്, അദ്ദേഹം ഇവിടെ പല പ്രാവശ്യം ഇവിടെ ആവർത്തിച്ചു പറഞ്ഞു, കുലീനനായ നായർ, തറവാടിയായ നായർ. സത്യത്തില് ഞാൻ പറഞ്ഞ ഈ കുലീനത, തറവാടിത്തം എന്നൊക്കെ പറയുന്നത്, ഈ ഇങ്ങനെയുള്ള വാക്കുകളെ സത്യത്തിൽ CPM-ഉം നിങ്ങളൊക്കെ ഏതർത്ഥത്തിലാണ് ഇവിടെ കണ്ടിട്ടുള്ളത്, ഉപയോഗിച്ചിട്ടുള്ളത്? അല്ല, CPM കുലീനതയ്ക്ക് വേറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു നായർ സമുദായത്തിന്റെ കുലീനത്വവും ഇതൊന്നും ചർച്ച ചെയ്യുന്ന ഒരു വിഷയവുമല്ല. എന്താണപ്പ ഈ കുലീനത്വം എന്ന് പറയുന്നത്? അങ്ങ് ഉപയോഗിച്ചല്ലോ, ആഭിജാത്യമുള്ള എന്നൊരു വാക്ക് അങ്ങ് ഉപയോഗിച്ചല്ലോ. കുലീനത്വം ഈ അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ തറവാടിത്തം എന്നൊക്കെ പറയുന്ന സാധനം NSSന്റെയും അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ കുറച്ച് ആൾക്കാരുടെ ഒന്നും കുത്തകയില്ല. താങ്കൾ കുലീനനല്ല, താങ്കൾ ഒരു കുലീനനല്ലേ? ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അതിന് ഇപ്പം പക്ഷേ ഇവിടെ ഒരു വളരെ ആഭിജാത്യ മനോഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ജാതിക്ക് ഉള്ള അഭിമാനത്തെയാണ് ഈ ആഭിജാത്യം എന്ന് പറയുന്നത്. അതായത് നാമജപ ഘോഷയാത്ര നടത്തി തുടങ്ങിയ കാലത്ത് അന്ന് നിങ്ങൾക്ക് ഇതിനകത്ത് ഈ കുലീനത്വം കണ്ടു. ഈ നാമജപ ഘോഷയാത്ര നടത്തി അവർ റോഡിൽ ഇറങ്ങിയപ്പോൾ നിങ്ങൾ ഈ കുലീനത്വം കണ്ടു. ഒറ്റ മിനിറ്റ് ശ്രീ ജേക്കബ് ജോർജ്, ഈ നാമജപ ഘോഷയാത്ര നടത്തിയ കാലത്ത് കണ്ടതൊന്നും ഇന്ന് നിങ്ങൾ കാണുന്നില്ല. അന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് നിയമം ഉണ്ടാക്കി തരാം. ലാലേ, അന്യനെ ബഹുമാനിക്കാനുള്ള കഴിവ്, ബഹുമാനപ്പെട്ട ഷാബു പ്രസാദ്, അന്യനെ ബഹുമാനിക്കാനുള്ള കഴിവ്, അതാണ് കുലീനത. അന്യനെ ബഹുമാനിക്കാനുള്ള കഴിവ് തന്നെയാണ് കുലീനത. അത് വേണം. ജേക്കബ് ജോർജ് ഒന്നും മിണ്ടാതിരിക്കൂ ഒരു മിനിറ്റ്. അന്യനെ ബഹുമാനിക്കാനുള്ള കഴിവിനെയാണ് കുലീനത എന്ന് പറയുന്നതെങ്കിൽ അവിടെ ആ NSSന്റെ ആസ്ഥാനത്ത് തന്നെ ഒന്ന് വന്ന് കാണാനായിട്ട് അദ്ദേഹം അവിടെ ഒരു മീറ്റിംഗിലായിരുന്നു. നാണമുണ്ട് അവിടെ? എനിക്കിതൊന്നും ഇഷ്ടമല്ല, ഇറങ്ങി പോടാ എന്നുള്ള രീതിയിൽ ഈ നാട്ടിൽ ആ സുരേഷ് ഗോപിയോട് പെരുമാറിയതിനെ നിങ്ങൾ കുലീനത എന്നാണോ വിശേഷിപ്പിക്കുന്നത്? അതിന്റെ പേരാണ് ധാർഷ്ട്യമെന്ന്. ഞാൻ തുടക്കത്തിൽ ചോദ്യം ചോദിച്ചപ്പോൾ താങ്കൾ തുറന്നു പറഞ്ഞില്ല. ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയോ ഇറങ്ങി പോടാ എന്ന് സുകുമാരൻ നായർ എന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെ തോന്നിയോ? താങ്കൾ അത് സമ്മതിച്ചില്ല തുടക്കത്തിൽ. മാന്യമായ രീതിയിൽ അവിടെ വന്നപ്പോൾ മാന്യമായ രീതിയിൽ അദ്ദേഹം അവിടെ മന്നത്ത് പത്മനാഭന് പുഷ്പാർച്ചന നടത്താൻ വന്നപ്പോൾ അവിടെയുള്ള ഒരാൾ പറഞ്ഞു, സാറ് മുകളിലുണ്ട്, ഒന്ന് കണ്ടിട്ട് പോകൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ഒന്ന് കണ്ട് വിഷ് ചെയ്യാൻ ചെന്നപ്പോൾ ഏറ്റവും അപമര്യാദയായ രീതിയിൽ ഈ രീതിയിൽ പെരുമാറിയതിനെ നിങ്ങൾ കുലീനത എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നാട്ടിൽ എന്തെങ്കിലും സംഭവം നടക്കുമ്പോൾ ശ്രീ ഷാബു പ്രസാദ്, മാധ്യമ പ്രവർത്തകർ പോയി അത് നേതാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ചോദ്യം ചോദിക്കുന്ന ഒരു പെൺകുട്ടിയോട് നീ അവിടെ നിൽക്ക്, നീ കൈരളിയാണെങ്കിൽ നീ മിണ്ടണ്ട എന്ന് പറയുന്നത് എന്ത് കുലീനത്വമാണ്? റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് ഈ നാട്ടിലെ മുഖ്യമന്ത്രിയാണ്.
സാർ കടക്ക് പുറത്തെന്ന് പറയുന്നത് കടക്കാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് ആളുകൾ വരുമ്പോൾ കടക്ക് പുറത്ത് എന്നാണ് പറയുക. ഗെറ്റ് ഔട്ട് എന്നാണ് പറയുക. ഗെറ്റ് ഔട്ട് എന്നൊരു വാക്കുകൊണ്ട് ഒരു പ്രയോഗമുണ്ട്. കടക്ക് പുറത്ത് എന്ന് പറയുന്നത് കടക്കാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് ആളുകൾ വരുമ്പോൾ കടക്ക് പുറത്ത് എന്നാണ് പറയുക.